ഹായ് ഫ്രണ്ട് സ്റ്റോറിട്ട് പോവാം. ഹീറോ എണിച്ച് രാവിലെ എണിച്ച് നോക്കും, ഷോക്കായി. 3 പേര് കിടന്നുറങ്ങായിരുന്നു. വിയും ജംഗവും ജിമ്മിൻ. ഹീറോയ്ക്ക് ഷോക്കായി, അവിടുന്ന് ഓടിപ്പോയി. ജിമ്മിൻ എണിച്ച് കണ്ണു തുറന്നു, ശരിക്കായിരുന്നു. ബാക്കി നമ്പർ എന്താണ് പറ്റി? പോയടാ. ഞങ്ങൾ നോക്കിയായിരുന്നു. അങ്ങനായിട്ട് ഹീറോയി ഓടിപ്പോയി. വീട്ടിലൊക്കെ എത്തി. അയ്യോ ഇതൊന്നും ശരിയാവട്ടെ. പിന്നെ ഹീറോയിന് മമ്മി ഡാഡി ഇന്ത്യയൊക്കെ പോയി. അങ്ങനെ ഇന്ത്യയിൽ വന്ന് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. ഇങ്ങനായിട്ട് ഹീറോയി സാഡായിരുന്നു. അങ്ങനായിട്ട് മച്ചി നമ്മളെ ക്ലാസ്സിക്ക് പുതിയ പ്രൊപ്പോസർ വരാം. പ്രൊപ്പോസറാ മച്ചി? ഇപ്പം അതെ അതെ, ഇപ്പം നമ്മൾ പഠിക്കുന്നത് എന്താ പഠിക്കുന്നത് മനസ്സിലായോ? നമ്മളെ കോളേജിൽ പ്രൊഫസർ വരാൻ പോവാ മച്ചി. അതൊക്കെ ടെൻഷനും ഇതാക്കണ്ട. നമ്മളെ പ്രൊഫസർ പുതിയ പ്രൊഫസർ മൊട്ടതല്ലേ പ്രൊഫസർ പോയി. അയാൾക്ക് പറ്റില്ല പറഞ്ഞാൽ ഇവർ വന്നതാണ്. അങ്ങനെ ജിമ്മിനകത്ത് വന്നാണ്. ഇങ്ങനെ ഹീറോയി കിടന്നുറങ്ങായിരുന്നു. അവൾ ഫ്രണ്ട് പറയുന്നത് കേട്ടിട്ട് ശരിയുടെ ഞങ്ങൾക്ക് ടയർഡാണെന്ന് പറഞ്ഞത്. ജിമ്മിൻ ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ്. ജിമ്മിൻ ഇങ്ങനെ ക്ലാസ് എൻ്റെ നെയിം ഇതാണെന്ന് ജിമ്മിൻ. അങ്ങനെയായിട്ട് ഹീറോ ഉണ്ട്. എല്ലാ ഗേൾസ് സൈറ്റ് അടിക്കായിരുന്നു ജിമ്മിന്. അങ്ങനെ ഹീറോയുടെ ഫ്രണ്ടിക്ക് മനസ്സിലായല്ലോ, വാ കാണാൻ സുന്ദരാണ്. ജിമ്മിൻ ഹീറോയുടെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കും. ഈ കുട്ടി ലെവലിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എവിടെയാണ്? ജിമ്മിൻ എന്ത് നോക്കി. അപ്പം ജിമ്മിനിക്ക് മാച്ച് ചെയ്ത് ഹിവിത പോലെ തന്നെ ആയിട്ടിരിക്കും. എക്സ്ക്യൂമി യെസ് സർ. അവരുടെ എടി മച്ചി ഫാത്തിമ പറയായിരുന്നു. പോടി ആയിഷായിരുന്നു. ശരിടി ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞാൽ എക്സ്ക്യൂമി യെസ് സർ. കണ്ടു നോക്കുമ്പോൾ ജിമ്മിനായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായി. അയ്യോ ഇവൻ എന്തിനിവിടെ? ജിമ്മിൻ പറയാം പഠിക്കുന്ന ടൈമിൽ നമ്മൾ എന്താ ചെയ്യുക? സോറി സർ, ഞാൻ ക്ലാസ് എടുക്കാൻ നോക്കിക്കോ. അത് ഹീറോയ്ക്ക് ക്ലാസ് എടുക്കാമായിരുന്നു ജിമ്മിൻ. ഹീറോയിനെ എന്ത് ശ്രദ്ധിക്കുമായിരുന്നു ജിമ്മിൻ. ഇടയ്ക്കിടയ്ക്ക് ജിമ്മിൻ ഹീറോയിനെ നോക്കുക. ഹീറോയ്ക്ക് അയ്യോ ഇവന് കണ്ടുപിടിച്ചാണോ എന്നെ ക്ലാസ് കഴിഞ്ഞ് ഹീറോയി ഓടിപ്പോയി. അങ്ങനെ ജിമ്മിൻ സ്മൈൽ ചെയ്തു. അങ്ങനെ ഓടിപ്പോകുമ്പോൾ അയ്യോ സാർ പോയോ ഇടിച്ചു. അയ്യോ സാർ. ജിമ്മിൻ പറഞ്ഞത് എന്താ ഇവിടെ ചെയ്യുക? ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസ് ചെയ്തിട്ട് ക്ലബ്ബ് പാർട്ടി ടയർഡാണ് സാർ. എനിക്ക് തലവേദനയായിരുന്നു. തലവേദന ക്ലബ് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ജിമ്മിൻ പറയുന്നു. സോറി സാർ, ഞാൻ ക്ലബ്ബിക്കൊന്നും പോയില്ല സാർ. അതൊരു ഫ്രണ്ട് കൂടെ പാർട്ടി ആയിരുന്നു. ഞാനില്ല നോക്കിയാണ് ഒരു കാള് ചെക്കനെ തല്ലുന്നത് സാർ. അത് ജിമ്മിൻ സ്മക്ക് ചെയ്ത് അവിടെ നിന്ന് പോയി. ഹീറോയുടെ ഫ്രണ്ട് കേട്ടോ രണ്ടുപേരും എന്തെങ്കിലും വെച്ച് നടന്ന കാര്യം ജിമ്മിൻ എങ്ങനെ മീറ്റ് ചെയ്ത് എല്ലാ കാര്യം പറഞ്ഞു. ഫ്രണ്ട് വായു ചടിപ്പാവി നടന്നു. ശരിടി ഇവനെ ക്രഷായിട്ട് നെരിച്ചു പോയതാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ശരിടി. അങ്ങനെ ഹീറോയി ഓടി പോയിച്ചു. അയ്യോ മച്ചി ഇവിടെ നിന്ന് സെറ്റാവില്ല. അങ്ങനെ ഹീറോയി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങി. ജങ്കുക്കിനെ ഇടിച്ചു. ഇനി 2-3 പേരുണ്ട് പറഞ്ഞില്ലേ, ഇനി 2 പേരും ഇവിടെ ഇടിച്ചു. സോറി സാർ. ഹീറോ മേലത്ത് നോക്കൂ ജങ്കു. നീയാണോ മച്ചി? ഹായ് കാണുന്നത്. ജങ്കു കുറേ തുടങ്ങി. ഇനി കണ്ടോ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. ബൈ. ഞാൻ കണ്ണടിച്ച് അവിടെ നിന്ന് പോയി. ഇത് ഫ്രണ്ട് കേട്ടു മച്ചി കാണാൻ സുന്ദരിയാണ്. ഞാൻ കറക്റ്റ് റോഷി പറഞ്ഞു. റോസ് പറഞ്ഞു. പറഞ്ഞു കേട്ടു മച്ചി ഇവനാണടി 3ാമത്തെ ആള്. എന്ത് 3ാമത്തെ ആളാ? അതെ മച്ചി എനിക്ക് പേടിയാവും. റോസ് സമാധാനമായിക്കോടി. അങ്ങനായിട്ട് പോയിരുന്നു. വാ ഇവിടുന്ന് അടുത്ത സാറ് എന്നെ ഒരാളുണ്ടോടി, വാ ഇവിടെ വിളിക്കാം. അങ്ങനെ 2 പേരും ഓടിച്ചിട്ട് പോയി. ആണല്ലോ അല്ലേ? അപ്പോൾ സമാധാനമായി. റോസ് യഥാർത്ഥ സംസാരം. റോസ് ഇങ്ങനെ പറഞ്ഞു 2 പേർ നടക്കായിരുന്നു. റോസ് ഹീറോയിൻ്റെ അടുത്ത്, റോസ് അപ്പുറത്തെ സൈഡ് തന്നെയാണ്. പോടി മുണ്ടാതിരുന്ന്. അയ്യോ എന്നെ ഇഷ്ടം വരണം. കൈ വെച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കി. നീയാ? ഞാൻ വി ആയിരുന്നു. ഫ്രണ്ട് കണ്ടത്. എന്ത് പറ്റടി എന്ന് അവർ തിരിഞ്ഞു നോക്കും. ഇവരാണോ മച്ചി? ഇത് അയ്യോ ഇവള് തയങ്ങും മനസ്സിലായിടി. റോസ് പറയാൻ തുടങ്ങി. ഇവൾ തയങ്ങും മനസ്സിലായിടി. ഇവനായിട്ട് 2ാമത്തെ ആള്. നീ എന്താ ഇവിടെ ചെയ്യാ? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ വന്നതാ. നീ എന്താ ചെയ്യുക? ആരെ കവണിക്കണേ? അയ്യോ ഇവനിക്ക് കവണിക്കണെന്ന് കണ്ടുപിടിക്കുവാണോ? ഇല്ല അതില്ല, ഞാനെൻ്റെ ഫ്രണ്ടിനെ തേടാ. ഫ്രണ്ടാ? ആരെ? അവനാണോ? അവനാണ്, വിക്കിയാണ്. വിക്കിനെ തേടാണോ? എൻ്റെ ബോയ് ഫ്രണ്ടാണോ? അതെ സർ, എൻ്റെ ബോയ് ഫ്രണ്ടാണ്. ബോയ് ഫ്രണ്ടാണോ? ഇവന് കേൾക്കുന്നല്ലോ. ഹായ് ഗേൾസ്, എന്താ ഇവിടെ ചെയ്യുക? വിക്കി ചോദിക്കുക. വിക്കി സർ ഈസ് മൈ ബോയ് ഫ്രണ്ട്. വിക്കി ഷോക്കായി. ഞാൻ എപ്പോഴും ഈ ബോയ് ഫ്രണ്ടായ വിക്കി? അതെ സർ, എൻ്റെ ഗേൾ ഫ്രണ്ട് മീറ്റ് ചെയ്യാൻ വന്ന. വീണ്ടോട് പറഞ്ഞു. വീക്ക് മനസ്സിലായി സ്മോക്ക് ചെയ്യുന്നു. ഗേൾ ഫ്രണ്ടാണോ? അതെ സർ, ബൈ സർ എന്ന് പറഞ്ഞു. വിക്കി ചോദിക്കുക, എന്നിട്ട് ഈ ഗേൾ ഫ്രണ്ട് പറഞ്ഞാൽ എൻ്റെ ഗേൾ ഫ്രണ്ട് പ്രശ്നമാവടി. സോറിയുടെ വിക്കി,
വേറെ വഴിയിലടി സാറ് ഒരിക്കൽ ഇങ്ങനെ ചെയ്തത് നടന്ന കാര്യം വിക്കിനോട് പറഞ്ഞു. വിക്കി അയ്യോ അടി പാപ്പി ഇതാണോ സംഭവിച്ചത്? അതെ വിക്കി പ്ലീസ് എൻ്റെ ബോയ് ഫ്രണ്ടിനെ ആഡ് ചെയ്യടി പ്ലീസ് വിക്കി. അതെ എൻ്റെ ഗേൾ ഫ്രണ്ട് വിക്കി നിനക്ക് അവളെ ലവ് ആണ് ക്രഷ് നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അവൾക്ക് ജലസായ പിന്നെ നിനക്കും അത് പ്രപ്പോസ് ചെയ്യും വിക്കി പ്ലീസ് വിക്കി ഹെൽപ്പ് ചെയ്യും വിക്കി. ശരി ഓക്കെ എന്ന് വിക്കി പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെ ഡെയിലി രണ്ടുപേരും ക്ലോസ് ആയിരുന്നു. ഇത് കണ്ട് 3 പേർക്ക് ടെൻഷനായിരുന്നു. ഞങ്ങൾ വന്നത് എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അങ്ങനെ ജിമ്മിക്ക് ടെൻഷനായി. ആരെ ഇവൻ വിക്കി ഇവനെ കണ്ടിട്ടുണ്ടല്ലോ ഹീറോയും കൂടെ കറങ്ങുന്നത്. അതേടാ വീണ്ടോട് ചോദിച്ചു. പറഞ്ഞു ഇവനെ എനിക്കറിയാം ബോയ് ഫ്രണ്ടാ. 2 വർഷം ഒക്കെ ബോയ് ഫ്രണ്ടടാ. എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട് പറഞ്ഞു. എന്താടാ നടന്ന കാര്യം പറഞ്ഞു. ഓ ബോയ് ഫ്രണ്ടാണോ ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു 3 പേര് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ 3 പേര് ഹീറോയിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് വന്നായിരുന്നു. വീട്ടിൽ വന്ന് ടയർഡായി ഉറങ്ങായിരുന്നു. ലീവാണ് കോളേജ് ലീവാണ് ഹീറോയ്ക്ക്. വീട്ടിൽ ഹീറോയിൻ്റെ വീട്ടിൽ നല്ല റെഡിയാക്കുമായിരുന്നു ഹീറോയ്ക്ക്. ഒന്നും മനസ്സിലായില്ല. എന്താ മോം ഇനി ഇത്ര നാൾ ലീവ് ഇനി എനിക്ക് മാരേജ്. എൻ്റെ മോം പറയണേ മാരേജാ? മോം എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് നാളെ മാരേജ്. മോം പ്ലീസ് മോം അവന് ഇൻട്രസ്റ്റ് ഇല്ല. മോം പറഞ്ഞേക്ക് നിനക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പ്ലാനായിരുന്നു. ഡയറക്റ്റേ മാരേജ് ചെയ്യാം. എന്താ മോം ഇനി പറയണേ? അതെ അവനക്ക് എവിടൊക്കെ പറഞ്ഞാൽ അവനൊക്കെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഹൈദരാബാദ് ജോബ് കിട്ടിയിട്ടുണ്ട്. ഹീറോയ്ക്ക് ഷോക്കായി. എന്താ മോൻ പറഞ്ഞു? അതേമ്മാ അവനക്ക് ഹൈദരാബാദിൽ ജോബ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ കമ്പനിയിലെ ജോബ്. അതുകൊണ്ട് നീ മാരേജ് കഴിക്കണം. ഡാഡ് പറഞ്ഞേക്ക് ബാബ അത് എനിക്കും സെറ്റാവില്ല. ആശ നീ മാരേജ് കഴിച്ച് നീ അവൻ്റെ കൂടെ ഹൈദരാബാദിൽ പോ. അവനക്ക് ബോസ് വീട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ആയിഷയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയ്ക്ക് സാഡായി. അയ്യോ എന്താ ചെയ്യുക? റോസി കോൾ ചെയ്ത് കരഞ്ഞ് പറഞ്ഞു. റോസി ഫീക്കർ ഓൺ ചെയ്തേനെ മണ്ടി. അവൾ എപ്പോഴൊക്കെ ഫീക്കർ ഓണാക്കി വെച്ച്. ഇത് 3 പേർക്ക് കേട്ടു. പിന്നെ അതുകൂടെ ഒരു ബോയ് ഉണ്ടായിരുന്നു. അവന് ട്രാൻസ്ഫായിട്ടായിട്ട് പറയുമായിരുന്നു. അത് ബോയ് ഇവരെന്ത് സംസാരിക്കുന്നത് അവർ മലയാളം സംസാരിക്കുക. അതുകൊണ്ട് ഒരാളെ വെച്ചിട്ട് അവർ കൂടെ നടക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഒരാളെ വെച്ചോട് വന്നു. അങ്ങനെ അവർക്ക് ഷോക്കായി. എന്ത് മാരേജാ? ഷോക്കായി നെട്ടിയായിരുന്നു.